ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്പോർട്സ് ബയോപിക് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, കോടികൾ കൊയ്യുന്നുമുണ്ട്. പക്ഷേ നമ്മുടെ യഥാർത്ഥ ഹീറോകൾ, അതായത് നമ്മുടെ കളിക്കാർ, അവരെ പറ്റി ആരും അധികം ചിന്തിക്കാറില്ല. പക്ഷേ 26 വയസ്സുള്ള ഒരു യങ് ഐഡിയ ബാസ് അവരെ പറ്റി ചിന്തിച്ചു, ഒരു മികച്ച ബിസിനസ് ഐഡിയയും ഉണ്ടാക്കി. ആ യങ് ഐഡിയ ബാസിനെ നമുക്ക് നിറഞ്ഞ കൈയടികളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം മിസ്റ്റർ സാഗർ റോയ്. നമസ്കാരം ടൈറ്റൻസ്. നാട്ടിലെ എല്ലാ സ്പോർട്സ് താരങ്ങളുടെ മനസ്സിലും ഒരു സ്വപ്നം ഉണ്ടാകും, നാടിന് വേണ്ടി മെഡൽ നേടണമെന്ന സ്വപ്നം. അങ്ങനെ ഒരു സ്വപ്നമാണ് ഒരു പയ്യൻ കണ്ടത്. അവനൊരു മിലിറ്ററി കുടുംബത്തിലുള്ളതാണ്. അവൻ വർഷാവർഷം അല്ലെങ്കിൽ 1-2 വർഷം കൂടുമ്പോൾ അവൻ ടൗണ് മാറും. പക്ഷേ സ്പോർട്സിനോടുള്ള അവന്റെ പ്രണയം ഒരിക്കലും മാറിയിട്ടില്ല. അവൻ ക്രിക്കറ്റ്, ഫുട്ബോൾ, ആം റെസ്ലിംഗ്, പവർ ലിഫ്റ്റിംഗ് എല്ലാം നാഷണൽ ലെവലിൽ കളിച്ചിട്ടുണ്ട്. സ്വിമ്മിങ്ങിലാണെങ്കിൽ അവൻ 6-7 മാസം കൊണ്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ വരെയായി. പക്ഷെ അവന് സ്പോർട്സ് അവന്റെ പ്രൊഫഷണലാക്കാനുള്ള ഒരു ചാൻസ് വന്നപ്പോൾ അവന്റെ പേരൻസ് അവനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. മോനെ, നിനക്കെങ്ങനെ ഇതുകൊണ്ടൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? നിന്റെ കരിയർ സസ്റ്റൈനബിൾ ആയിരിക്കുമോ? നിന്റെ ചിലവൊക്കെ നീ എങ്ങനെ നോക്കും? അങ്ങനെ ആ പോരാളിയുടെ പ്രയത്നം മുളയിലെ തന്നെ നുള്ളിയെടുക്കപ്പെട്ടു. ടൈറ്റൻസ്, ഇത് എന്റെ കഥയാണ്. എന്റെ പേര് സാഗർ റായ്. ടൈറ്റൻസ്, ഞാനൊരിക്കലും ഒറ്റയ്ക്കല്ല. നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് അത്ലറ്റ്സ് ഉണ്ട്. അവർ സ്കൂൾ ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ വരെയും അവരുടെ കഴിവ് കാണിക്കുന്നു. പക്ഷെ അവർ അവരുടെ സ്പോർട്സിനെ കരിയറായിട്ട് എടുക്കാനുള്ള ചാൻസ് വരുമ്പോൾ പല സമയത്തും പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മുഴുവനായിട്ട് നിറവേറ്റാൻ സാധിക്കാത്തത് കൊണ്ട് അവരുടെ പ്രയത്നങ്ങൾ എവിടെ തന്നെ ഒഴിവാക്കേണ്ടി വരുന്നു. ടൈറ്റൻസ്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്തെന്നാൽ നമ്മുടെ PV സിന്ധു, ഗോപി ചന്ദ്, നീരജ് ചോപ്ര ഇങ്ങനെ ഏതെങ്കിലും ഒരു കാരണത്താൽ അവരുടെ സ്പോർട്ടിംഗ് കരിയർ ഒഴിവാക്കിയിരുന്നെങ്കിൽ അവർ നമ്മുടെ നാടിന് വേണ്ടി മെഡൽ നേടി തരുമായിരുന്നോ? ടൈറ്റൻസ്, നമ്മുടെ നാട്ടിലെ ടാലന്റിന് യാതൊരു കുറവുമില്ല. പക്ഷെ നല്ലൊരു സ്ട്രക്ചേർഡ് ഈക്കോ സിസ്റ്റം ഇല്ല. ആ സ്പോർട്ടിംഗ് ഈക്കോ സിസ്റ്റത്തിന് നല്ലൊരു വഴി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിർമ്മിച്ചതാണ് കിബി സ്പോർട്സ്. കിബി സ്റ്റാൻഡ്സ് ഫോർ കിലേഗ ഇന്ത്യ ടു ബെഡേഗ ഇന്ത്യ. ടൈറ്റൻസ്, കിബി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അത് സ്പോർട്സ് ഇൻഡസ്ട്രിക്ക് നല്ലൊരു സ്ട്രക്ചേർഡ് രൂപം നൽകും. കിബി സ്പോർട്സ് പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ അത്ലറ്റ്സ്, കോച്ചസ്, സ്പോർട്സ് സ്റ്റാഫ്സ്, ന്യൂട്രീഷനിസ്റ്റ്, അക്കാഡമിക് ഫെഡറേഷൻസ് എല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ ഒന്നാക്കിയിരിക്കുന്നു. ടൈറ്റൻസ്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. സ്പോർട്സ് ഇൻഡസ്ട്രിയിൽ 2 ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഒന്ന് സ്പോർട്സ് ഓർഗനൈസേഷൻ ബോഡി. ഇതിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ അക്കാഡമിക്, ഫെഡറേഷൻ, അസോസിയേഷൻസ് ആൻഡ് ക്ലബ്സ്, പിന്നെയാണെങ്കിൽ സ്പോർട്സ് അഫിലിയേറ്റ് മെമ്പേഴ്സ്. ഇതിൽ വരുന്നതാണ് അത്ലറ്റ്സ്, കോച്ചസ്, ന്യൂട്രീഷനിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാവരും. സ്പോർട്സ് ഓർഗനൈസേഷൻ ബോഡിക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയത് ഒരു സോഫ്റ്റ്വെയർ വെബ് ടൂളാണ്. ആൻഡ് അഫിലിയേറ്റ് മെമ്പേഴ്സിന് വേണ്ടി ഞങ്ങൾ നിർമ്മിച്ചത് കിബി മൊബൈൽ ആപ്പാണ്. ടൈറ്റൻസ്, കിബിയുടെ മിഷൻ ഞങ്ങൾ എല്ലാ പ്ലേയേഴ്സിനും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പ്രൊഫഷണൽ ലെവൽ വരെയും ഡിജിറ്റൽ വിസിബിലിറ്റി കൊടുക്കും. ആക്സസ് ടു റൈറ്റ് റിസോഴ്സസ് അറ്റ് ദ റൈറ്റ് ടൈം പ്രൊവൈഡ് ചെയ്യുന്നു. ടൈറ്റൻസ്, ആസ് ആൻ അത്ലറ്റ്, എന്റെ നിഗമനം അനുസരിച്ച് നമ്മൾ നമ്മുടെ പ്ലേയേഴ്സിന് ട്രെയിനിങ് ടൈമിൽ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മുടെ നാടിന് വേണ്ടി മെഡൽ നേടിത്തരും. ടൈറ്റൻസ്, നിങ്ങൾ ഈ കിബിയുടെ മിഷനോട് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സാഗർ, ഞങ്ങളുടെ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു പ്രദീപ്. നിങ്ങളുടെ പേരൻസ് ഈ ഒരു അത്ലറ്റ് പ്രൊഫഷനെ പറ്റി ആലോചിച്ച് ആശങ്കാകുലരാണോ? അതെ. ഇന്ന് നിങ്ങൾ എന്തായാലും നമ്മുടെ ഈ വേദിയിലേക്ക് വന്നിരിക്കുകയാണ്. അത് നിങ്ങളുടെ പേരൻസ് മാത്രമല്ല, ഒരുപാട് പേരൻസ് കാണുന്നുണ്ട്. അതിൽ പലരുടെയും മക്കൾക്ക് അത്ലറ്റ് ആവാൻ ആഗ്രഹം ഉണ്ടാവും. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അതായത് എല്ലാ പ്രൊഫഷനിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് അതിനോടുള്ള പാഷൻ ഒരിക്കലും തന്നെ മാറാൻ പാടില്ല. ഈ ഒരു ഉപദേശം തന്നെയാണ് നമ്മുടെ ടൈറ്റൻസും എല്ലാ ഐഡിയ ബസിനും കൊടുക്കാറ്. നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് ഇത് ആരംഭിച്ചത്? അപ്പോൾ ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു 21 വയസ്സ്. ഇപ്പൊ നിങ്ങൾക്ക് 26 വയസ്സ് അല്ലേ? സോ 5 വർഷം കൊണ്ട് നിങ്ങൾ ഇത് ഇവിടം വരെ കൊണ്ടുവന്നു. സോ ഇപ്പൊ നിങ്ങളുടെ കിബി ആപ്പിന് എത്ര ഉപഭോക്താക്കൾ ഉണ്ട്? സോ 15,000 പ്രൊഫഷണൽസ് സ്പോർട്സ് ഇൻഡസ്ട്രി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഇതിൽ അത്ലറ്റ്സ്, പിന്നെ കോച്ചസ്, ന്യൂട്രീഷനിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ എല്ലാം. നിങ്ങൾ അത്ലറ്റ് ആകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നിങ്ങളുടെ പേരൻസ് എന്താണ് പറഞ്ഞത്? ഇത് സസ്റ്റൈനബിൾ അല്ല, ഇതിന് ചെലവിനുള്ള കാശുപോലും കിട്ടില്ല എന്നൊക്കെ ആയിരിക്കും അല്ലേ? സ്റ്റാർട്ടപ്പുകളുടെ ജേണി അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. സോ നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോഴും നിങ്ങളുടെ പിതാവ് അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്റെ പേരൻസ് 2 പേരും പാരാമിലിറ്ററിയിലാണ്. അതുകൊണ്ട് അവർക്ക് ബിസിനസ് എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല. സോ ഞാനെപ്പോഴും ഒരു റബൽ കിഡാണ്. ഇതൊരു പർപ്പസ് ഡ്രിവൻ ആണ്, പാഷനാണ്, എന്റെ സ്റ്റോറിയാണ്. അതുകൊണ്ട് ഈ പ്രോബ്ലം ഞാൻ തന്നെ സോൾവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ തന്നെ കളത്തിൽ ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഈ ബിസിനസ് ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്, അല്ല കോ ഫൗണ്ടേഴ്സും കൂടെ ഉണ്ടോ? ഇപ്പോൾ ഞാനൊരു സോളോ ഫൗണ്ടറാണ്. പിന്നെ ഒരുപാട് പേരുടെ കൂടെ ചേർന്ന് ഒരുപാട് എക്സ്പ്ലോറും ചെയ്യുന്നുണ്ട്. 24 പേരുടെ ഒരു ടീമുണ്ട്. 24 പേരുള്ള ടീമും ഉണ്ട് അല്ലേ? ഇത്രയും കാലം കൊണ്ട് ബിസിനസിന്റെ വളർച്ച എങ്ങനെയാണ്?
ലാസ്റ്റ് ഇയർ ഞങ്ങൾ 3.07 CR ഞങ്ങൾ ക്ലോസ് ചെയ്തു ഫിനാൻഷ്യലി. സോ ഈ വർഷം ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ 1 CR മന്ത്ലി റിക്കവർ ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. 21 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ്. 26-ാമത്തെ വയസ്സിൽ Very നിങ്ങളുടെ good. മുന്നിലേക്ക് അതുമായിട്ട് വരികയും ചെയ്തു. വെരി ഗുഡ്. നിങ്ങളുടെ ആ സ്ലോഗൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ കേലേഗ ഇന്ത്യ തോ ബെഡേഗ ഇന്ത്യ. ലവ് ദ ബ്രാൻഡിംഗ്, ലവ് യുവർ സ്റ്റോറി. താങ്ക് യു. പ്ലാറ്റ്ഫോം എന്ത് ചെയ്യും, അത് എങ്ങനെ വർക്ക് ചെയ്യും എന്ന് കൂടി ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ടൈറ്റൻസ്, ഞാനൊരു ലൈവ് ഡെമോയും കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും. ഒരു അത്ലറ്റിനെ കുറിച്ചും ബ്രാൻഡിനെ കുറിച്ചും ഒന്ന് So, പറഞ്ഞു ഇത് തരാമോ? എന്റെ ഓൺ പ്രൊഫൈലാണ്. ഞാനൊരു അത്ലറ്റിനെ പോലെ ഇത് കവർ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് പ്രൊഫൈൽ. ഇതിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഷെയർ പ്രൊഫൈൽ വിത്ത് ബ്രാൻഡ് ക്യാമ്പയിൻസ് കാണാൻ സാധിക്കും. ബാർട്ടർ മോണിറ്ററി ഡീൽസ്, മോണിറ്ററി പ്ലസ് ബാർട്ടർ ഡീൽ ആൻഡ് ഓൾ. പിന്നെ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഷെയർ ചെയ്യാനും സാധിക്കും. സോ സ്പോൺസർഷിപ്പ് ആസ് എ ബിസിനസ് ഡിജിറ്റലി മുഴുവനായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. ഇൻഫ്ലുവൻസ് ഓഫ് മാർക്കറ്റ് ഇന്ത്യയിൽ Yeah. അതിന് BDE ഈസ് ഈക്വൽ. അതിന് ഞങ്ങളുടെ ടീം വർക്ക് ചെയ്യും. ബ്രാൻഡിന്റെ ഭാഗത്ത് നിന്ന് അതെ, ബ്രാൻഡ്സിന് വേണ്ടിയിട്ട്. കൂടാതെ നിങ്ങൾക്ക് ഈവന്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഈവന്റ്സ് എല്ലാം നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും നിങ്ങളുടെ ഹോം പേജിൽ തന്നെ. സോ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സ്പോർട്സ് ഇൻഡസ്ട്രിയിൽ തന്നെ ഡിസ്ട്രിക്ട് ലെവലില്, സ്റ്റേറ്റ് ലെവലില് ഓഫ്ലൈൻ അപ്രോച്ച് ആണ് ഉള്ളത്. ഫിസിക്കൽ ഫോംസ് മാത്രമേ ഷെയർ ആകുന്നുള്ളൂ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. പിന്നെ കോച്ചിന് പൈസ കൊടുത്താൽ മാത്രമേ കോച്ച് ഫെഡറേഷന് പൈസ കൊടുക്കുള്ളൂ. ഞങ്ങൾ ആ എല്ലാ പ്രോസസ്സും ഡിജിറ്റലാക്കി. സോ യു ക്യാൻ ഈസിലി രജിസ്റ്റർ ഇൻ ഈവന്റ്. ഇതെല്ലാം പ്രൊഫഷണൽ ഇവന്റ്സ് ആണല്ലേ? Yes. ഇതിൽ അമേച്ചർ ഇവന്റ്സും കൂടി ഉണ്ടോ? ഇല്ല, ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. അമച്വർ ഇവന്റ്സ് അതിന്റെ ആവശ്യമില്ല. Good. അത് വെരിഫൈ ചെയ്യാതെ കൺഫേം ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അവർക്ക് അവരുടെ സ്പോർട്സ് നീഡ്സിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങിക്കാം. സോ മാർക്കറ്റ് പ്ലേസ് ആക്സസും ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. താങ്ക്സ്. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുമോ? സോ വലിയൊരു ഡിഫിക്കൽട്ട് ജേണിയാണിത്. മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്ത നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് പണം ചിലവാക്കിയിരുന്നില്ല. ആദ്യം ടെക്ക് ചെയ്ത് പിന്നെ ബിസിനസ് ഒന്നും വിചാരിച്ചില്ല. സോ ഞങ്ങൾ ഡേ 1 മുതൽ റവന്യൂല് ഞങ്ങൾ ഫോക്കസ് ചെയ്തു. കാരണം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ കഷ്ടപ്പെട്ട് മാർക്കറ്റിൽ ഏത് പ്രോഡക്റ്റ് ആണ് വർക്കൗട്ട് ആവുക എന്ന് മനസ്സിലാക്കി. ഈ പ്രോഡക്റ്റിന്റെ തീം അതിനുശേഷം ഞങ്ങൾ നിർമ്മിച്ചെടുത്തു. സാഗർ, എനിക്കൊരു ചോദ്യമുള്ളത്, നിങ്ങൾ പറഞ്ഞില്ലേ മന്ത്ലി 1 കോടി ടാർഗറ്റിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്നുള്ളത്. സോ 12 കോടി ഇയർലി നമ്പർ. അതിൽ മാർക്കറ്റ് പ്ലേസിന്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? 60%. 60% വിൽ ബി മാർക്കറ്റ് Yeah, പ്ലേസ്. ma'am. ആൻഡ് ക്യാൻ യു ജസ്റ്റ് ഹെൽപ്പ് മീ അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ യൂണിറ്റ് എക്കണോമിക്സിൽ മാർക്കറ്റ് പ്ലേസ് ചെയ്യാണ്, ബിക്കോസ് അതല്ലേ നിങ്ങളുടെ ബൾക്ക് അതെ, ബിസിനസ്. 33% ആണ് ഞങ്ങളുടെ മാർക്കറ്റിന്റെ നെറ്റ് റേറ്റ് മാർക്കറ്റ് പ്ലേസിലെ. പിന്നെ സ്പോൺസർഷിപ്പില് അത്ലറ്റ്സിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ 10% ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ 10% ഫ്രം ബ്രാൻഡ്സ് ഏജൻസി. അതായത് നിങ്ങൾ പറയുന്നത് 33% നിങ്ങളുടെ മാർക്കറ്റ് പ്ലേസിലെ നെറ്റ് മാർജിൻ നെറ്റ് ആണ്. റവന്യൂ മാർക്കറ്റ് പ്ലേസില് B2C ഞങ്ങൾക്ക് കുറഞ്ഞ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി റേറ്റിംഗ് കുറവാണ്. Yes. കൂടുതലായി ഞങ്ങൾ B2Bയിലും എക്സ്പോർട്ടിലുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു 40-50% വരും. ഇതിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്ലറ്റ്സിന് ആക്സസ് കൊടുക്കുന്നു. ആ ഏരിയയെ കുറിച്ച്, നിങ്ങൾ അത്ലറ്റ്സിനെ സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഞങ്ങളുടെ ഈ മുഴുവൻ സിസ്റ്റവും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. Okay. സോ അത്ലറ്റ്സിന് ബ്രാൻഡ്, നാനോ, മൈക്രോ, മാക്രോ, മെഗാ, സെലിബ് അത്ലറ്റ്സിനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓ സോ അവർക്ക് കിട്ടുന്ന ഡീൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നാനോ അത്ലറ്റ്സിന് ഫിസിക്കലി മേജർലി ബാർട്ടർ ഡീൽ മാത്രമേ കിട്ടത്തുള്ളൂ. ആ പ്രോഡക്റ്റ് മൈക്രോ അത്ലറ്റ്സിന് മോണിറ്ററി പ്ലസ് ബാർട്ടർ ഡീൽ ലഭിക്കും. സ്റ്റാർട്ടിംഗ് ഫ്രം 2,000-4,000 rupees പ്ലസ് ദ പ്രോഡക്റ്റ് ബേസ്ഡ് ഓൺ ദെയർ സോഷ്യൽ ഫാൻ ബേസ് ആൻഡ് റീച്ച്. പിന്നെ മെഗാ, മാക്രോ ബേസ്ഡ് ഓൺ ദെയർ സോഷ്യൽ ഫാൻ ബേസിന് അവർക്ക് കമേഴ്ഷ്യലി ലഭിക്കും. അതെല്ലാം കുറച്ച് നെഗോഷ്യബിൾ ആണ്. അതെല്ലാം ഞങ്ങളുടെ ടീം ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ ഞങ്ങളുടെ ഇൻവോൾവ്മെന്റ് അതിൽ അധികമാണ്. ദാറ്റ്സ് നോട്ട് ഫുള്ളി ഓട്ടോമാറ്റഡ്. ദാറ്റ്സ് ഫെയർ. നിങ്ങളിങ്ങനെ ഇൻഫ്ലുവൻസർ മാർക്കറ്റർമാരിലൂടെ നിങ്ങൾ അത്ലറ്റ്സിന് ഓപ്ഷൻസ് കൊടുക്കുന്നില്ലേ? അതിലൂടെ എത്ര റവന്യൂ സ്ട്രീം വരുന്നത്? സോ ലാസ്റ്റ് ഇയർ അറൌണ്ട് ഏകദേശം 1.2 CR ആ റേഞ്ചിൽ ഞങ്ങൾക്ക് സ്പോൺസേഴ്സിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചു. നിങ്ങളുടെ മന്ത്ലി കൺസ്യൂമർ ബേസ് എത്രയാണ് വരുന്നത്? പിന്നെ എത്ര കൺസ്യൂമർ ബേസ് ആണ് റിക്കറിംഗ് ചെയ്യുന്നത്? അതായത് പറയുമ്പോ എവറി 60 days or 90 days? അല്ല, റിപ്പീറ്റ് റേറ്റ് എത്രയാണ് വരുന്നതെന്ന് നിങ്ങളൊന്ന് ഇല്ല, പറയാമോ? ഞാനത് പറയാം. 22,000 രൂപ ഞങ്ങളുടെ ആവറേജ് ഓർഡർ വാല്യൂ മാർക്കറ്റ് പ്ലേസിലെ. ആൻഡ് ക്യാക്ക് ഇസ് അറൌണ്ട് 250 rupees. റുവാസ് ഞങ്ങളുടേത് 10 മുതൽ 15 വരെ ഉണ്ടാകും. സോ LTV ഓഫ് ദ കസ്റ്റമേഴ്സ് ആർ റിയലി ഹൈ. ഞങ്ങളുടെ ഓരോ വർഷവും 2 to 3x വരെ ഗ്രോ ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആർ യു ലൂസിംഗ് മണി ആസ് ഓഫ് ടുഡേ സർ, വി ആർ ബേണിംഗ് അറൌണ്ട് 6 to 7 lakhs പെർ മന്ത് എന്ന് വെച്ചാൽ 72 lakhs per year ലോസോ? അതെ സാർ, ഞങ്ങൾ ലാസ്റ്റ് ഫണ്ടിങ് റൈസ് ചെയ്തത് സെപ്റ്റംബർ 2024 ആൻഡ് അതിനു മുന്നേ എത്രയായിരുന്നു? അത് 60 lakhs ആയിരുന്നു. പിന്നെ അതിനു മുന്നേ ഞങ്ങൾ ഏപ്രിൽ 2023 ചെയ്തു. അത് 32 ലക്ഷമായിരുന്നു. ഓക്കെ, നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കൂടി ഒന്ന് നോക്കാം. യെസ്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും അത്ലറ്റ്സ് ഉണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റി നന്നായി മനസ്സിലായി കാണും. ഇതിന്റെ യൂസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് എടുത്ത് യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങളെ അറിയിക്കൂ. നിങ്ങളെ സംബന്ധിച്ച് കിബി സ്പോർട്സിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എത്രമാത്രമാണ്? നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുന്നു. വെരി ഗുഡ്. ഓൾമോസ്റ്റ് 100%. 91% ആളുകളും ചിന്തിക്കുന്നത് ഇതിന്റെ ആവശ്യകത ഉണ്ട് എന്നാണ്. നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് പറയൂ. സോ വി ആർ ലുക്കിംഗ് ടു റൈസ് 2 CR അറ്റ് 40 CR വാല്യൂഷൻ. ഇപ്പോൾ ഞങ്ങൾ റൈസ് ചെയ്തത് ടോട്ടൽ 12 crore ആണ്. പിന്നെ ഞങ്ങൾക്ക് എക്സിസ്റ്റിംഗ് 4 CR കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതൊരു സോഫ്റ്റ് കമ്മിറ്റ്മെന്റ് ആണ്. ടേംസ് ആൻഡ് ഷീറ്റ് ഒന്നും ഞങ്ങൾ സൈൻ സാഗർ, ചെയ്തിട്ടില്ല. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അത് ഓ മൈ ഗോഡ്, ശൈലി. വാവ്, കലക്കി. ശൈലി, നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് ബസ് അമർത്തിയിരിക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് ദാറ്റ് ഐ വിൽ ഇൻവെസ്റ്റ് 25 lakhs. പക്ഷേ നിങ്ങളുടെ 20 കോടി വാല്യുവേഷനിൽ, പക്ഷേ 40 crore വാല്യുവേഷനിലല്ല. സോ ഇത് നമുക്ക് കൺവെർട്ടബിൾ നോട്ടിൽ ചെയ്താലോ, ഇൻസ്റ്റെഡ് ഓഫ് ഒരു വാല്യൂഷൻ സെറ്റിംഗ്സിൽ ചെയ്യുന്നതിന് പകരം? നിങ്ങൾക്കറിയാമല്ലോ, കൺവേർട്ടബിളിനെ കുറിച്ച് ഞാനുമായി നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ്പെക്ടേഷൻ എത്രയായിരിക്കും? കാരണം ഇന്ന് അഥവാ ഞാൻ നിങ്ങളിൽ നിന്ന് കൺവേർട്ടബിൾ എടുത്താൽ ഇന്നത്തെ ഫുള്ളി വാല്യൂഡ് റൗണ്ടിൽ എനിക്ക് നിങ്ങൾ 5K ഡിസ്കൗണ്ട് തരുമോ? എന്നാ പിന്നെ ഇപ്പോൾ തന്നെ ആ ഡിസ്കൗണ്ട് തന്ന് ഭാവിയിലെ പ്രശ്നം സോൾവ് ചെയ്യാമല്ലോ. എന്നെ സംബന്ധിച്ച് നമുക്കിത് കൺവെർട്ടബിൾ നോട്ട്സിൽ തന്നെ ചെയ്യാം. യെസ്. ഓക്കെ അല്ലേ? അതായത് ഇപ്പോൾ മാർക്കറ്റിലുള്ള ബെസ്റ്റ് ഡിസ്കൗണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. 20% ഡിസ്കൗണ്ട് തരാം. 20% ഡിസ്കൗണ്ടിൽ എന്നെ നിങ്ങൾ 25 lakh ഇൻവെസ്റ്റ്മെന്റിലാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. യെസ്, ഐ വിൽ ഗോ ഫോർ ദാറ്റ്. എന്നാ ഹാൻഡ്ഷേക്ക് ചെയ്തോളൂ. ഞാനും വളരെ ത്രിൽഡ് ആണ്. താങ്ക് യു. ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നുണ്ടല്ലേ? സാഗർ, താങ്കൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ പോകുന്നത് 25 ലക്ഷം രൂപയാണ്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. Thank you, brother. നിങ്ങൾ ഇന്ത്യക്കാരുടെ കായികക്ഷമത വർദ്ധിപ്പിച്ച് അവരെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമ്മുടെ ഓഡിയൻസ് ഇവിടെ എല്ലാ ആഴ്ചയും വരാറുണ്ട്. ഒപ്പം മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടാവും. ഓഡിയൻസിൽ ആർക്കാണ് ചോദ്യം ചോദിക്കേണ്ടത്? പ്രിയങ്ക മാഡം, എന്റെ ചോദ്യം മാഡത്തോടാണ്. മാം, ഇന്നത്തെ ഈ കാലത്ത് ഒരു യുവ സംരംഭകന് എന്തൊക്കെ സ്കിൽസ് ആണ് ഉണ്ടാവേണ്ടത്? അത് മാത്രമല്ല, എന്തൊക്കെ സ്കിൽസ് ഞങ്ങൾ പഠിക്കേണ്ടതുണ്ട്? ഇതൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് മാഡം. അതായത് ഇപ്പോ ഏതൊരു പുതിയ സംരംഭകനും കൺവിക്ഷൻ ഉണ്ടാകണം. അതായത് അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തില് കൺവിക്ഷൻ ഉണ്ടാകണം. കാരണം കൺവിക്ഷൻ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളിലൊരു പേടി ഉണ്ടാവും, കാരണം ഫെയിലിയറും ഉണ്ടാകാം. പിന്നെ രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ ബിസിനസ്സിലും നമുക്കിത് കാണാൻ പറ്റും. അഡാപ്റ്റബിലിറ്റി. കൺസ്യൂമർ ലാൻഡ്സ്കേപ്പ് മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ മൊത്തത്തിലുള്ള ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പും മാറിക്കൊണ്ടിരിക്കും. ഞാൻ സ്ലീപ്പ് കമ്പനിയുടെ ഉദാഹരണം പറയാം. 5.5 വർഷം മുൻപ് ഞങ്ങൾ ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓൺലൈനിലും ഡിജിറ്റലിലും മാത്രമാണ് തുടങ്ങിയത്. ഞങ്ങളുടെ പ്രോഡക്റ്റ് മാസ് പ്രീമിയം സ്പേസിലാണ് പ്ലേസ് ആയത്. ആൻഡ് ആദ്യത്തെ 2 വർഷം ഞങ്ങൾ ഡിജിറ്റലിലാണ് ഉണ്ടായിരുന്നത്. വി ഗോട്ട് വെരി ഗുഡ് ട്രാക്ഷൻ. പക്ഷേ ഡിജിറ്റലിലെ ഏറ്റവും പ്രധാനമായ കാര്യം എന്താണോ? യു ഹാവ് ടു ലിസൺ യുവർ കൺസ്യൂമേഴ്സ്. കോൺവെർസേഷൻ 2 ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഞങ്ങൾ ആ ഫീഡ്ബാക്ക് എല്ലാം സ്വീകരിച്ചു. സത്യം പറഞ്ഞ 2 വർഷം ആ ജേണി അങ്ങനെ തുടർന്നു. ഞങ്ങൾ ശരിക്കും വളരെ യങ് ആയിരുന്നു. എല്ലാവരും പറഞ്ഞു അതൊരു ഡേഞ്ചറസ് മൂവ് ആണെന്ന്. ഞങ്ങൾ എന്താ ഡിസൈഡ് ചെയ്തതെന്നോ? ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു എക്സ്പീരിയൻസ് സെന്ററും തുടങ്ങി. ഒരു ഫ്രാഞ്ചൈസിയും ഇല്ലാതെ കമ്പനി ഓൺ റൗട്ട്. കാരണം ഞങ്ങൾക്ക് പ്രധാനം കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ 2-2.5 വർഷത്തിനുള്ളിൽ പിവിറ്റായി. പിന്നെ ഞങ്ങൾ ഓരോരോ വർഷവും 60 to 70 സ്റ്റോഴ്സും തുടങ്ങി. അങ്ങനെയായിരുന്നു കഴിഞ്ഞ 3 വർഷം ഉണ്ടായത്. ഞങ്ങൾ കസ്റ്റമേഴ്സിനെ കേട്ടത് കൊണ്ടാണ് പിവിറ്റ് സംഭവിച്ചത്. കാരണം എല്ലാത്തിന്റെയും കേന്ദ്ര ബിന്ദു ഞങ്ങളുടെ കൺസ്യൂമേഴ്സ് ആണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ആർ ബിൽഡിംഗ് കൺസ്യൂമർ ബ്രാൻഡ്സ് അല്ലേ? ഐ തിങ്ക് ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്.